നമസ്കാരം. വ്യാഴാഴ്ച വ്രതത്തിൻ്റെ പ്രാധാന്യം. സാധാരണ പ്രസിദ്ധമായൊരു ശ്ലോകമുണ്ട്. സർവേശ്വരാണ ദക്ഷിണേസ് നിത്യം സാന്നിധ്യമസ്മാദക്ഷിണേനുകൂലെ. എന്നുവെച്ചാൽ എല്ലാ ഈശ്വരന്മാരുടെ സാന്നിധ്യവും വ്യാഴം എന്ന ഗ്രഹത്തിൽ നിത്യവും ഉണ്ട്. ആ വ്യാഴം പ്രസാദിച്ചാൽ എല്ലാ ഈശ്വരന്മാരും പ്രസാദിക്കുന്നു. അങ്ങനെയാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. പ്രശ്നമാർഗത്തിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ഈ ശ്ലോകം തന്നെയാണ് ഈ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യവും. ഇപ്പം നമ്മൾ ഓരോ ആഴ്ചയും പറയുക, ഈ ഓരോ ഗ്രഹങ്ങൾക്ക് ആധിപത്യമുള്ള ആ ദിവസത്തെയാണ് ഓരോ ആഴ്ചകളായിട്ട് നമ്മൾ പറയുക. ഇപ്പോൾ ചന്ദ്രന് ആധിപത്യമുള്ള ദിവസം തിങ്കളാഴ്ച, ചൊവ്വയ്ക്ക് ആധിപത്യമുള്ള ദിവസം ചൊവ്വാഴ്ച, അങ്ങനെ ഗുരുവിന് ആധിപത്യം, വ്യാഴത്തിന് ആധിപത്യമുള്ള ദിവസമാണ് വ്യാഴാഴ്ച. ഏറ്റവും അധികം വ്രതം അനുഷ്ഠിക്കാൻ യോഗ്യമായ ദിവസം വ്യാഴാഴ്ചയാണ്. കാരണം ആദ്യം തന്നെ പറഞ്ഞു, എല്ലാ ഈശ്വരന്മാരുടെയും സാന്നിധ്യം വ്യാഴത്തിൽ നിത്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഈശ്വരന്മാരും പ്രസാദിക്കും. എല്ലാ ഈശ്വരന്മാരും, ശിവനോ സുബ്രഹ്മണ്യനോ ഗണപതിയോ ഭഗവതിയോ എല്ലാവരും വ്യാഴാഴ്ച ദിവസം നമ്മൾ വ്രതം അനുഷ്ഠിച്ചാൽ ആ ഈശ്വരന്മാരൊക്കെ നമ്മളോട് പ്രസാദിക്കും. അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസത്തിന്, ആ വ്യാഴാഴ്ച വ്രതത്തിന് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ട്. രണ്ട് നിലയിൽ നമുക്ക് വ്യാഴാഴ്ച വ്രതത്തെ നമുക്ക് സമീപിക്കാം. ഒന്ന്, തീർച്ചയായിട്ടും വ്യാഴാഴ്ച മഹാവിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. വ്യാഴാഴ്ച നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഗുരുവായൂരപ്പനെയാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഗുരുവാണ്, ഗുരുവായൂരാണ്, ഗുരുവാണ്. ഗുരുവിനും ഈ ദിവസം പ്രാധാന്യമുണ്ട്. അതായത് ദക്ഷിണാമൂർത്തി. ഇപ്പോൾ തമിഴ്നാട്, കർണാടക, മറ്റ് സ്ഥലങ്ങളിലൊക്കെ അന്ന് ദക്ഷിണാമൂർത്തിക്ക് വളരെ പ്രാധാന്യമാണ്. ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിൽ പ്രധാനമായ വഴിപാടും കാര്യങ്ങളൊക്കെ വ്യാഴാഴ്ച ദിവസം ഉണ്ടാവും. ഗുരുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്നവർക്ക്, ജ്ഞാനസമ്പാദനം ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ദക്ഷിണാമൂർത്തിയെ സങ്കല്പിച്ചുകൊണ്ട് ഈ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കാം. മറ്റൊന്ന്, ദക്ഷിണാമൂർത്തി മന്ത്രം ജപിക്കുക, ദക്ഷിണാമൂർത്തിക്ക് വേണ്ടതായ പൂജകൾ കഴിക്കുക. അതൊക്കെയാണ് ആ വ്രതത്തിൻ്റെ അനുഷ്ഠാനം. മറ്റൊന്ന്, ഈ ദോഷശമനത്തിന്, ദുരിതശമനത്തിനായിക്കൊണ്ട് നമുക്ക് മഹാവിഷ്ണുവിനെ, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വ്യാഴാഴ്ച അനുഷ്ഠിക്കാം, ഈ വ്രതം അനുഷ്ഠിക്കാം. എങ്ങനെയാണ് ഈ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത്? ഇതിലൊരു പ്രധാനമായ കാര്യം പറയാം. നമ്മളൊരു ദിവസത്തെ അടിസ്ഥാനമാക്കി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ആ കാലഹോരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വളരെ വലിയ പ്രാധാന്യം കാലഹോരയ്ക്കുണ്ട്. ഇപ്പോൾ വ്യാഴാഴ്ച ദിവസം, ആ വ്യാഴാഴ്ച ഉദയം തൊട്ട്, ഉദയം ഒരു 6:20 6:20 തൊട്ട് 7:20 വരെ ആ ഗുരുവിൻ്റെ കാലഹോരയാണ്, വ്യാഴത്തിൻ്റെ കാലഹോരയാണ്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഉദയം തൊട്ടുള്ള ആദ്യത്തെ മണിക്കൂർ ആ ഗ്രഹത്തിൻ്റെ കാലഹോരയായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ കാലഹോര ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും അധികം നിങ്ങൾക്ക് ഫലം കിട്ടുക ഈ കാലഹോരയിൽ ജപിക്കുമ്പോഴാണ്. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ ജപം ഈ സമയത്ത് നടത്തണം. അതിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാം, അഷ്ടാക്ഷരം ഒരു 1008 അല്ലെങ്കിൽ 3000 ഒക്കെ ആയിട്ട് ജപിക്കാം, അല്ലെങ്കിൽ മറ്റ് നാരായണീയം വായിക്കാം, ഭാഗവതം വായിക്കാം. ഈ സമയത്ത് ഈ ജപം ആരംഭിക്കാം. ഈ ഗുരുവാരത്തിൽ ഗുരുവിൻ്റെ കാലഹോര ആരും നഷ്ടപ്പെടുത്തരുത്. വ്യാഴാഴ്ച ദിവസം വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തന്നെ വേണം ഈ വ്രതങ്ങൾ, കാര്യങ്ങളൊക്കെ ആരംഭിക്കേണ്ടത്. സാത്വികമായിട്ടുള്ള ആഹാരം ചെയ്യാം. തീരെ ഉപവാസം അനുഷ്ഠിക്കണം എന്ന് പറയുന്നില്ല. കാരണം ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നവർ പിന്നെ വ്യാഴാഴ്ച വ്രതവും കൂടി ഉപവാസം ഇരുന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് ശരീരത്തിന് ദോഷമായിരിക്കും. അങ്ങനെ ശരീരം ദോഷമാക്കി നമ്മൾ വ്രതം അനുഷ്ഠിക്കണം എന്നില്ല. സാധാരണ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, അതിൽ മഞ്ഞപ്പൂക്കൾ ഉണ്ടെങ്കിൽ ആ മഞ്ഞപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക. അതേപോലെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, കദളിപ്പഴം സമർപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തൊന്നാണ്, നിർബന്ധമായിട്ടും ചെയ്യാം. അതിൻ്റെ ഫലം വല്ലാത്ത ഫലമായിരിക്കും. അതേപോലെ തുളസിയിൽ വെള്ളമൊഴിക്കുക, തുളസിയെ തൊഴുക, തുളസിയെ പ്രദക്ഷിണം ചെയ്യുക, പശുവിനെ ഒന്ന് തൊഴുക, പശുവിന് കുറച്ച് ഭക്ഷണം കൊടുക്കുക. ഇതെല്ലാം വ്യാഴാഴ്ച വ്രതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. കഴിയുന്നവരൊക്കെ പശു എടുത്തുണ്ടെങ്കിൽ പശുവിന് എന്തെങ്കിലും കൊടുക്കുക. കാരണം ഗോപൂജ
വളരെ പ്രധാനം. ആ ഗോകുലവാസിയായിട്ടുള്ള ഭഗവാന്റെ പ്രസാദത്തിന് ഗോപൂജ വളരെ വിശേഷമാണ്. അദ്ദേഹം താമസിക്കുന്ന തന്നെ ആ ഗോകുലത്തിലാണല്ലോ. ഗോപൂജ അതേപോലെ തന്നെയാണ് ഈ കദളിപ്പഴത്തിൻ്റെ സമർപ്പണം. വളരെ സാത്വികമായിട്ടുള്ള ഫലമാണ് കദളിപ്പഴം. അത് വ്യാഴാഴ്ച തോറും ഭഗവാന് നേദിച്ചാൽ തീരാത്ത ദുഃഖങ്ങളില്ല. ഈ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് കദളിപ്പഴം നേദിക്കുക. അതേപോലെ തന്നെ പറ്റുന്നവരെ പുരുഷസൂക്തം പുഷ്പാഞ്ജലി ചെയ്യുക. പുരുഷസൂക്തം ജപം ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യുക. അതിനൊക്കെ വേണ്ടതായ ചില നിബന്ധനകളുണ്ട്, അത് ചെയ്യുക. കഴിയുന്നത്ര അഷ്ടാക്ഷരം ജപിക്കുക. ഇപ്പോൾ ചില നാരായണീയ സമിതി പോലുള്ള ചില സമിതികളൊക്കെ ഇപ്പോൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഈ വ്യാഴാഴ്ച ദിവസം സമ്പൂർണ്ണമായിട്ടുള്ള നാരായണീയ പാരായണം ചെയ്യാം. കുറച്ചും കൂടി ഒരു നിശ്ചയദാർഢ്യമൊക്കെ ഉള്ളവർക്ക് അവനവൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് സമ്പൂർണ്ണമായിട്ടുള്ള നാരായണീയ പാരായണം ചെയ്യാം. ഇതെല്ലാം വ്യാഴാഴ്ച ദിവസം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഈ കാലഹോര എപ്പോഴും വ്യാഴത്തിൻ്റെ, അത് പഞ്ചാംഗം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, വ്യാഴത്തിൻ്റെ കാലഹോര നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള സമയമാണ്. ഇനി കുറച്ചും കൂടി ഉള്ളവർക്ക് വിഷ്ണു പൂജയായിട്ട് ചെയ്യാം, പാലഭിഷേകം ചെയ്യാം. ഈ ഭഗവാന് പ്രിയപ്പെട്ട എല്ലാം, അത് ഈ നാരദ പഞ്ചരാത്രത്തിൽ ഭഗവാന് പ്രിയപ്പെട്ട 16 നിവേദ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മുഴുവൻ പറയാൻ സമയമില്ല. എന്നാലും അതിൽ പറയുന്ന ഒന്നാണ് വെണ്ണ, നെയ്യ്, പാല്, പാൽപ്പായസം, അതേപോലെ തന്നെ ലഡ്ഡുകം, എന്നുവെച്ചാൽ നമ്മുടെ ഉണ്ണിയപ്പമാണ്, അട, ശർക്കര പായസം. ഇതൊക്കെ ഭഗവാൻ അന്ന് നിവേദിക്കാൻ നല്ലതാണ്. കഴിയുമെങ്കിൽ സാമ്പത്തിക സ്ഥിതിക്കുള്ളവർക്ക് ഈ എല്ലാ നിവേദ്യവും കുറേശ്ശെയായിട്ട് ഭഗവാന് കൊടുക്കാം. വളരെ വിശേഷമാണ്. ത്രിമധുരവും പഞ്ചാമൃതവും വളരെ വിശേഷമാണ് ഈ ദിവസങ്ങളിൽ നേദിക്കാൻ പറ്റുക. അപ്പോൾ ഈ നിവേദ്യത്തോടു കൂടി, അലങ്കാരത്തോടു കൂടി, ധാരാളം മന്ത്രങ്ങളെ കൊണ്ടുള്ള പുഷ്പാഞ്ജലിയോട് കൂടിയുള്ള വിശേഷാൽ പൂജകളും വിഷ്ണു ക്ഷേത്രത്തിൽ നമുക്ക് വഴിപാടായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആരെങ്കിലുമൊക്കെ സുദർശന ഹോമം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വ്യാഴാഴ്ച ദിവസം, ഈ വ്യാഴാഴ്ച ഹോരയിൽ, ഈ വ്യാഴഹോരയിൽ തുടങ്ങുന്നത് നന്നായിരിക്കും. കാരണം ഈ വ്യാഴഹോര എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഗണപതി ഹോമം കുറച്ച് മുമ്പേ, ഉദയത്തിന് മുമ്പേ ഗണപതി ഹോമം തീർത്താലേ ഈ വ്യാഴത്തിൻ്റെ കാലഹോരയിൽ സുദർശന ഹോമം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ നല്ല ഫലം കിട്ടുന്ന ഒന്നാണ്. എത്ര നാമജപങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം വ്യാഴാഴ്ച ദിവസം ചെയ്യുക. അതേപോലെ മഞ്ഞ വസ്ത്രം ധരിക്കുക. വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ഈ വ്യാഴത്തിന് ദോഷമുള്ളവർക്ക് വളരെ നല്ലതാണ്. കാരണം ആ ഗ്രഹത്തിൻ്റെ ആ സങ്കല്പമുള്ള നിറവുമായിട്ടുള്ള ആ താതാത്മ്യം തീർച്ചയായിട്ടും ദുഃഖങ്ങളെ ഒരു പരിധിവരെ ദുഃഖങ്ങൾ അകറ്റാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് വിശേഷം. മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുന്നതും വളരെ വിശേഷം. മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നതും വളരെ വിശേഷം. അങ്ങനെ ആണ് വ്യാഴാഴ്ച വ്രതത്തിൻ്റെ സാമാന്യമായിട്ടുള്ള ഒരു നിയമം. വൈകുന്നേരമാകുമ്പോൾ ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. ശരിക്കും അത്താഴപൂജ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു നിവേദ്യം അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് പാരണ അവസാനിപ്പിക്കാം. അങ്ങനെയാണ് സാധാരണ പതിവുള്ളവർ. അതിന് കഴിയില്ലാത്തവർ എന്തായാലും അസ്തമനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം പാരണ വിടാൻ. അസ്തമനം കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കരുത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം, ഒരു 5 നാഴിക കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെ വ്യാഴാഴ്ച വ്രതം അവസാനിപ്പിക്കാം. വിഷ്ണു സഹസ്രനാമ ജപമൊക്കെ ഒരു 12 രൂപയൊക്കെ വ്യാഴാഴ്ച ദിവസം എടുക്കുന്നവർക്ക് ചെയ്യാം, സുഖമായിട്ട് ചെയ്യാം. നാരായണീയം സമ്പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സഹസ്രനാമം പാരായണം ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമസ്കാരം.